അർബൻ ബാങ്ക് നിയമനത്തിനായി IC ബാലകൃഷ്ണൻ MLA നൽകിയ ശുപാർശ കത്ത് പുറത്ത്. ബത്തേരി അർബൻ ബാങ്കിൽ കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് സ്വീപ്പർ നിയമനത്തിനായി നൽകിയ കത്താണ് പുറത്തുവന്നത്. അന്നത്തെ ബാങ്ക് പ്രസിഡന്റ് സണ്ണി ജോർജിനാണ് കത്ത് നൽകിയത്. ആത്മഹത്യ ചെയ്ത NM വിജയന്റെ മകൻ ജിജേഷി പുറത്താക്കിയ പോസ്റ്റിലേക്കാണ് ശുപാർശ നൽകിയത്. കത്ത് നൽകിയത് 17 നിയമനങ്ങൾക്കാണ്. 2021 ശുപാർശ കത്ത് നൽകിയത്. അനധികൃതമായി 17 നിയമനം നടത്തണമെന്ന ആവശ്യം അന്നത്തെ ബാങ്ക് പ്രസിഡന്റ് സണ്ണി ജോർജ് നിരാകരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ്. രതീഷ്, ഏറ്റവും നിർണായകമായ വിവരങ്ങൾ, അതായത് IC ബാലകൃഷ്ണൻ MLA നൽകിയ ശുപാർശ കത്താണ് പുറത്തായിരിക്കുന്നത്. തീർച്ചയായും ശ്രീജ, വളരെ നിർണായകമായ ഒരു വിവരം അതാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. IC ബാലകൃഷ്ണൻ MLA അന്നത്തെ അർബൻ ബാങ്ക് നിയമനത്തിനായി തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ലെറ്റർ പേഡിൽ നിയമനം നടത്തണമെന്ന് ശുപാർശ നൽകിക്കൊണ്ട് ഒരു കത്ത് നൽകിയ കത്താണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അർബൻ ബാങ്ക് നിയമനത്തിൽ സ്വീപ്പർ നിയമനം, അതായത് പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ബാങ്ക് പ്രസിഡന്റ് സണ്ണി ജോർജിനാണ് ഇത്തരത്തിലൊരു ശുപാർശ കത്ത് നൽകിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം ഔദ്യോഗിക പദവി IC ബാലകൃഷ്ണൻ MLA ദുരുപയോഗം ചെയ്തു എന്ന് നമ്മൾ ഈ കത്തിലൂടെ വ്യക്തമാക്കുകയാണ്. കാരണം ഇത്തരത്തിൽ അതായത് ആത്മഹത്യ ചെയ്ത ദയവായി തുടരുക. ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് തലൂർ ചേരുകയാണ്. അദ്ദേഹമാണ് DYSPക്ക് പരാതി നൽകിയത്. ശ്രീ സുരേഷ് തലൂർ, താങ്കൾക്ക് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ആ നിർണായക വിവരമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. അതായത് IC ബാലകൃഷ്ണൻ MLA നൽകിയ ശുപാർശ കത്ത് പുറത്തായിരിക്കുകയാണ്. അതെ പുറത്തെ, അതായത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം സുൽത്താൻ ബത്തേരിയിലെ അർബൻ ബാങ്കിലും സഹകരണ ബാങ്കിലും നടന്ന നിയമനം ശ്രീ IC ബാലകൃഷ്ണൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയത് മുതൽ അദ്ദേഹം ഒരു വിപുലമായ നെറ്റ്വർക്ക് ഉണ്ടാക്കി ഈ പണം ഉദ്യോഗാർത്ഥികളിന് ശേഖരിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനം, അതിന്റെ ഇടനിലക്കാരനെ പോലെ പ്രവർത്തിച്ച ആളായിരുന്നു ശ്രീ വിജയേട്ടന്റെ വിശ്വാസ്യതയും സ്വീകാര്യതയുമാണ് IC ബാലകൃഷ്ണൻ ഉപയോഗിച്ചത്. അങ്ങനെ വാങ്ങിയെടുത്ത പണം മുഴുവൻ IC ബാലകൃഷ്ണൻ കൈക്കലാക്കുകയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ ബാധ്യതയുടെ ഉത്തരവാദിത്തം വിജയേട്ടന്റെ തലയിൽ വന്ന് വീഴുകയും ചെയ്തു. അതിലുണ്ടായ മാനസിക പ്രശ്നവും സമ്മർദ്ദവുമാണ് അദ്ദേഹത്തെ കടക്കണിയിലേക്ക് കൊണ്ടുപോയത്. ആ കടക്കണിയാണ് വിജയേട്ടന്റെ ആത്മഹത്യക്ക് കാരണമായത്. വിജയേട്ടന്റെ ആത്മഹത്യാ കുറിപ്പിൽ അത് സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള IC ബാലകൃഷ്ണനെ ന്യായീകരിക്കാനും സംരക്ഷിക്കുവാനുമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം തയ്യാറായത്. IC ബാലകൃഷ്ണൻ സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നാണ് VD സതീശനും K സുധാകരൻ പറഞ്ഞത്. ഇപ്പോൾ IC ബാലകൃഷ്ണന്റെ തനിനിറം വിളിച്ചിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ വിജയേട്ടൻ തന്റെ കത്തിൽ ചൂണ്ടിക്കാണിച്ചത് എന്റെ മകനെ ആ അർബൻ ബാങ്കിൽ ദിവസക്കൂലിക്ക് ജോലി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിരം ഒഴിവ് വന്നപ്പോൾ എന്റെ മകനെ ഒഴിവാക്കി ശ്രീമാൻ IC ബാലകൃഷ്ണൻ കൊടുത്ത കത്തിനെ തുടർന്ന് എന്റെ മകനെ പിരിച്ചുവിട്ടു. അങ്ങനെ IC ബാലകൃഷ്ണൻ കൊടുത്ത ശുപാർശ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഔദ്യോഗിക മുദ്ര പതിപ്പിച്ച കത്തിൽ ഇന്നയാൾക്ക് ജോലി കൊടുക്കണമെന്ന് കൃത്യമായി നിഷ്കർഷിച്ചിരിക്കുകയാണ്. ആ ഉദ്യോഗാർത്ഥിക്ക് അവിടെ ജോലി കൊടുത്തിരിക്കുകയാണ്. ആ ഉദ്യോഗാർത്ഥി ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ജനപ്രതിനിധി തന്റെ പദവി ദുരുപയോഗം ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് അഴിമതിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, നിയമസഭാംഗം എന്ന നിലക്കുള്ള സത്യപ്രതിജ്ഞാ ലംഘനമുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് IC ബാലകൃഷ്ണനെ നാണത്തിന്റെ തരിമ്പുണ്ടെങ്കിൽ IC ബാലകൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ KPCC തയ്യാറാവണം. IC ബാലകൃഷ്ണന്റെ പേരിൽ കർശന നടപടി സ്വീകരിക്കാൻ വേണ്ടി പോലീസ് അധികാരികളും തയ്യാറാവണം എന്നാണ് പറയാം. ശ്രീ സുരേഷ്, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് വന്നിരിക്കുന്നു. താങ്കളാണല്ലോ DYSPക്ക് പരാതി നൽകിയത് ഈ ഒരു വിഷയത്തിൽ. ഇനി അതായത് നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ താങ്കൾ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ വിവരം കാണിച്ചുകൊണ്ട് ലോകായുക്തയ്ക്ക് പരാതി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതായത് പൊതുപ്രവർത്തകന്റെ അഴിമതി, ദുരുപയോഗം, സ്വജനപക്ഷപാതം എന്നിവ അന്വേഷിക്കുന്നതിനുള്ള സംവിധാനമാണ് ലോകായുക്ത. ആ ലോകായുക്തയ്ക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞാ ലംഘനം ഉണ്ടായിരിക്കുന്നു. MLA എന്ന നിലക്കുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മുദ്രയും എല്ലാ പൗരന്മാരെയും ഒരേപോലെ കാണേണ്ട നിയമസഭാംഗം ഒരു 29 ആളുകൾ പങ്കെടുത്ത ഒരു ഇന്റർവ്യൂവിനകത്ത്, ഒരു കൂടിക്കാഴ്ചക്കകത്ത് ഒരു പ്രത്യേക താല്പര്യത്തോടുകൂടെ ഇന്നയാളെ നിയമിക്കണമെന്ന് നിഷ്കർഷിക്കുക വഴി, ശുപാർശ കത്ത് കൊടുക്കുക വഴി, ആ ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിച്ചത് വഴി ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത മറ്റ് 28 ആളെ കബളിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വിവേചനം ഉണ്ടായിരിക്കുന്നു, പക്ഷപാതം ഉണ്ടായിരിക്കുന്നു. അത് നിയമസഭാംഗം എന്ന നിലക്കുള്ള അദ്ദേഹത്തിന്റെ അയോഗ്യതയ്ക്ക് കാരണമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ സ്പീക്കർക്ക് ഞാൻ പരാതി നൽകാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ NM വിജയേട്ടന്റെ അഴിമതി ആത്മഹത്യാ നോട്ടിൽ പറഞ്ഞിട്ട് സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞ കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്നതാണ് ഈ കത്ത്. അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തലവന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ തന്നെ വിജിലൻസിന് കൈകാര്യം ചെയ്യാവുന്ന കേസിനകത്തുണ്ട് പണമിടപാടിന്റെ പ്രശ്നമുണ്ട്, അഴിമതിയുണ്ട്. വിജിലൻസിന്റെ മീനങ്ങാടി യൂണിറ്റിനും പരാതി കൊടുക്കാൻ, അങ്ങനെ നിയമസഭാ സ്പീക്കർക്ക്, ലോകായുക്തക്ക്, അതേപോലെ തന്നെ മീനങ്ങാടി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്ക്,
അന്വേഷണ സംഘത്തലവനായ ഡിവൈഎസ്പിക്ക് ഈ 4 തലങ്ങൾക്കും പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ശരി സുരേഷ്, ഞാൻ വീണ്ടും രതീഷിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തുവിട്ട ഞങ്ങളുടെ റിപ്പോർട്ടർ, ഈ വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ റിപ്പോർട്ടർ വയനാട് റിപ്പോർട്ടറായ രതീഷാണ്. വയനാട് അർബൻ ബാങ്ക് നിയമനത്തിനായി IC ബാലകൃഷ്ണൻ MLA നൽകിയ ശുപാർശ കത്താണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ബത്തേരി അർബൻ ബാങ്കിൽ കോൺഗ്രസ് നേതാവിൻ്റെ മകൾക്ക് സ്വീപ്പർ നിയമനത്തിനായി നൽകിയ കത്താണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമാണ് ഈ കത്ത് ലഭിച്ചിരിക്കുന്നത്. വളരെ എക്സ്ക്ലൂസീവായി ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്നു. അന്നത്തെ ബാങ്ക് പ്രസിഡന്റ് സണ്ണി ജോർജിനായിരുന്നു കത്ത് നൽകിയത്. ആത്മഹത്യ ചെയ്ത NM വിജയന്റെ മകൻ ജിജേഷി പുറത്താക്കിയ പോസ്റ്റിലേക്കാണ് ശുപാർശ നൽകിയത്. കത്ത് നൽകിയത് 17 നിയമനങ്ങൾക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 ഈ ഒരു ശുപാർശ കത്ത് നൽകിയത് എന്നും വ്യക്തമാണ്. അനധികൃതമായി 17 നിയമനം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. അന്നത്തെ ബാങ്ക് പ്രസിഡന്റായ സണ്ണി ജോർജ് ഈ ഒരു ആവശ്യം നിരാകരിച്ചിരുന്നു.